നമസ്കാരം. ഓസ്ട്രേലിയക്കെതിരായ ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ഇന്നിംഗ്സിൽ ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന്റെ പുറത്താകലിനെതിരെ ആരാധകർ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കാര്യമായ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിക്കാതെയാണ് അദ്ദേഹം രണ്ടാം ഇന്നിംഗ്സിൽ മടങ്ങിയത്. വെറും 4 ബോളുകളുടെ ആയുസ് മാത്രമേ ഋഷഭിന് ഉണ്ടായിരുന്നുള്ളൂ. നേടിയതാകട്ടെ വെറും 1 റണ്ണ് മാത്രം. ഓസീസിന്റെ വെറ്ററൻ സ്പിന്നർ നഥാൻ ലയണിനെതിരെ ക്രീസിന് പുറത്തിറങ്ങി ഷോട്ടിന് തുനിഞ്ഞ ഋഷഭിനെ വിക്കറ്റ് കീപ്പർ അലക്സ് കാരി സ്റ്റംപ് ചെയ്ത് വിടുകയായിരുന്നു. മൂന്നാം ദിനം ലഞ്ച് ബ്രേക്കിന് ശേഷമായിരുന്നു അദ്ദേഹത്തിന്റെ ഈ ഒരു മടക്കം. ഋഷഭ് പുറത്തായ രീതിയിൽ ആരാധകർക്ക് നിരാശയും രോഷവും എല്ലാം ഉണ്ട്. സോഷ്യൽ മീഡിയയിലൂടെ അവർ ഇത് പ്രകടിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ്. മൂന്നാം ദിനം ഇന്ത്യയുടെ രണ്ടാം ഇന്നിംഗ്സിലെ 96ാമത്തെ ഓവറിലായിരുന്നു ഋഷഭ് പന്തിന്റെ നിർഭാഗ്യമായ പുറത്താകൽ. സ്പിന്നറായ നഥാൻ ലയണിനെതിരെ രണ്ടാം ഇന്നിംഗ്സിൽ അദ്ദേഹം നേടിയ ആദ്യ ഓവർ കൂടിയായിരുന്നു ഇത്. 95 ഓവർ പൂർത്തിയാകുമ്പോൾ ഇന്ത്യ 3 വിക്കറ്റിന് 320 റൺസിലായിരുന്നു. ലഞ്ച് ബ്രേക്കിന് ശേഷം ലയണിനെ ആദ്യ ഓവറിനായി ഓസീസ് ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ തിരികെ വിളിക്കുകയായിരുന്നു. ലയൺ ബോൾ ചെയ്യും മുൻപ് തന്നെ ക്രീസിന് പുറത്തേക്ക് ഇറങ്ങി ഷോട്ട് കളിക്കാൻ ഋഷഭ് തീരുമാനിച്ചിരുന്നു. ഇത് ഓസീസ് സ്പിന്നർ മുൻകൂട്ടി കാണുകയും ചെയ്തു. ഋഷഭിന് എത്തിപ്പിടിക്കാനാകാത്ത തരത്തിൽ ഒരു വൈഡായിരുന്നു ലയൺ പരീക്ഷിച്ചത്. ഇതോടെ ഇന്ത്യൻ താരത്തിന്റെ കണക്കുകൂട്ടലുകളും പാളി. ബോൾ മിസ്സായ ഋഷഭ് ബാറ്റ് തിരികെ ക്രീസിലേക്ക് എത്തിക്കുമ്പോഴേക്കും വിക്കറ്റ് കീപ്പർ അലക്സ് കാരി സ്റ്റംപിംഗ് നടത്തി കഴിഞ്ഞിരുന്നു. ഇതോടെ ഋഷഭിന് നിരാശനായി ക്രീസ് വിടേണ്ടി വരികയും ചെയ്തു. ഋഷഭ് പന്തിന്റെ പുറത്താകലിനെതിരെ സോഷ്യൽ മീഡിയയിൽ ആരാധകർ രംഗത്ത് വന്നിരിക്കുകയാണ്. നഥാൻ ലിയണിനെതിരെ രണ്ടാം ഇന്നിംഗ്സിലെ ആദ്യ ബോളിൽ തന്നെ ഋഷഭ് പന്ത് ഇത്തരമൊരു സാഹസത്തിന് തുടങ്ങുന്നത് മനസ്സിലാകാത്തൊരു കാര്യമാണ്. ഇത്രയും വൈഡായ ഒരു ബോളിനെതിരെ എന്തിനാണ് അദ്ദേഹം ക്രീസിന് പുറത്തിറങ്ങി കളിച്ചത്? വളരെ മോശം ക്രിക്കറ്റ് തന്നെയാണ് ഇതെന്നുമാണ് ആരാധകർ വിമർശിക്കുന്നത്. ഋഷഭ് പന്ത് ഒന്നാം ഇന്നിംഗ്സിൽ ഫ്ലോപ്പായി മാറാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇന്ത്യൻ ബാറ്റിംഗ് ലൈനപ്പിലെ മറ്റുള്ളവരെല്ലാം ഫ്ലോപ്പാകുമ്പോൾ മാത്രമേ അദ്ദേഹം മികച്ച ഇന്നിംഗ്സുകൾ കളിക്കാറുള്ളൂ.